ഗുഡ് മോർണിംഗ്. എല്ലാവരെയും ഈ ഒരു സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കണ്ടക്റ്റൻസ് ഓഫ് ഇലക്ട്രോലൈറ്റിക് സൊല്യൂഷൻ. ഓക്കെ, അപ്പൊ നമുക്കറിയാം പദാർത്ഥങ്ങളെ അവയുടെ വൈദ്യുത ചാലകത അനുസരിച്ചിട്ട് മൂന്നായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്: കണ്ടക്ടേഴ്സ്, ഇൻസുലേറ്റേഴ്സ് ആൻഡ് സെമി കണ്ടക്ടേഴ്സ്. വൈദ്യുതി കടത്തിവിടുന്ന വസ്തുക്കളെയാണ് കണ്ടക്ടേഴ്സ് എന്ന് വിളിക്കുന്നത്. വൈദ്യുതി കടത്തിവിടാത്ത വസ്തുക്കളെ ഇൻസുലേറ്റേഴ്സ് എന്ന് പറയുന്നു. വൈദ്യുതിയെ ഭാഗികമായി കടത്തിവിടുന്ന വസ്തുക്കളെയാണ് സെമി കണ്ടക്ടേഴ്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി കണ്ടക്ടറുകളെ നമ്മൾ രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഒന്ന് മെറ്റാലിക് കണ്ടക്ടറുകൾ, രണ്ടാമത്തത് ഇലക്ട്രോലൈറ്റിക് കണ്ടക്ടറുകൾ. എന്താണ് മെറ്റാലിക് കണ്ടക്ടറുകൾ എന്ന് നമുക്ക് നോക്കാം. Electrical conductance through metal is called metallic or electronic conductance and is due to the movement of electron. ഇലക്ട്രോണിന്റെ ചലനം മുഖേന ഒരു വസ്തുവില് വൈദ്യുത ചാലകത സാധ്യമാവുന്നുവെങ്കിൽ അത്തരം കണ്ടക്ടറുകളെയാണ് മെറ്റാലിക് കണ്ടക്ടേഴ്സ് ഓർ ഇലക്ട്രോണിക് കണ്ടക്ടേഴ്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, the electronic conductance depends on the nature and structure of the metal and number of valence electron per atom and temperature. അപ്പോൾ ഇലക്ട്രോണിക് കണ്ടക്റ്റൻസ് മെറ്റലിന്റെ സ്ട്രക്ചറിനെയും അതുപോലെ തന്നെ അതിൻ്റെ സ്വഭാവത്തിനെയും സ്വാധീനിച്ചിരിക്കുന്നു. അതുപോലെ വാലൻസ് ഇലക്ട്രോണിന്റെ എണ്ണം, ഓരോ ആറ്റത്തിലുമുള്ള വാലൻസ് ഇലക്ട്രോണിന്റെ എണ്ണത്തിനെ ആശ്രയിച്ചിരിക്കുന്നു, താപനിലയെ ആശ്രയിച്ചിരിക്കുന്നു. താപനില കൂടുന്നതനുസരിച്ചിട്ട് അതിൻ്റെ കണ്ടക്റ്റൻസ് കുറയുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇലക്ട്രോണിന്റെ സഹായത്തോടെ നടക്കുന്ന കണ്ടക്റ്റൻസിനെയാണ് നമ്മൾ മെറ്റാലിക് കണ്ടക്റ്റൻസ് ഓർ ഇലക്ട്രോണിക് കണ്ടക്റ്റൻസ് എന്ന് വിളിക്കുന്നത്. ഇനി രണ്ടാമത്തെ കാറ്റഗറി നമുക്ക് നോക്കാം. ദി കണ്ടക്റ്റൻസ് ഓഫ് ഇലക്ട്രിസിറ്റി ബൈ അയോൺസ് present in this solution is called electrolytic or ionic conductance. അപ്പോൾ ഒരു സൊല്യൂഷനിലെ അയോണിന്റെ സഹായത്താൽ നടക്കുന്ന ഇലക്ട്രിക്കൽ കണ്ടക്റ്റൻസ്, അയോണിന്റെ സഹായത്താൽ നടക്കുന്ന ഇലക്ട്രിക്കൽ കണ്ടക്റ്റൻസിനെയാണ് ഇലക്ട്രോലൈറ്റിക് അല്ലെങ്കിൽ അയോണിക് കണ്ടക്റ്റൻസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ അയോണാണ് അവിടെ ഇലക്ട്രിസിറ്റിയെ കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നത് ഒരു സൊല്യൂഷനിൽ. ഇനി അയോണിക് കണ്ടക്ടിവിറ്റിയെ അല്ലെങ്കിൽ ഇലക്ട്രോലൈറ്റിക് കണ്ടക്ടിവിറ്റിയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന്, നേച്ചർ ഓഫ് ഇലക്ട്രോലൈറ്റ്, ഇലക്ട്രോലൈറ്റിന്റെ സ്വഭാവം. രണ്ടാമത്തത്, സൈസ് ഓഫ് അയോൺ പ്രൊഡ്യൂസ്ഡ് ആൻഡ് ദെയർ സോൾവേഷൻ, അയോണിന്റെ സൈസ് അതുപോലെ തന്നെ അതിന്റെ സോൾവേഷനും എന്ത് ചെയ്യുന്നുണ്ട്, അതിനെ സ്വാധീനിക്കുന്നു. ഇനി അതുപോലെ തന്നെ മൂന്നാമത്തത്, നേച്ചർ ഓഫ് ദി സോൾവെന്റ് ആൻഡ് ഇറ്റ്സ് വിസ്കോസിറ്റി, സോൾവെന്റിന്റെ സ്വഭാവം അതുപോലെ തന്നെ വിസ്കോസിറ്റിയും അതിനെ സ്വാധീനിക്കുന്നുണ്ട്. ദെൻ കോൺസെൻട്രേഷൻ ഓഫ് ഇലക്ട്രോലൈറ്റ്, ഇലക്ട്രോലൈറ്റിന്റെ കോൺസെൻട്രേഷനെയും അത് സ്വാധീനിക്കുന്നുണ്ട്. ടെമ്പറേച്ചർ, താപനിലയെയും അത് സ്വാധീനിക്കുന്നു. അപ്പൊ താപനില കൂടുന്നതനുസരിച്ചിട്ട് ഇലക്ട്രോലൈറ്റിക് കണ്ടക്റ്റൻസ് കൂടുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങനെ രണ്ട് രീതിയിലുള്ള കണ്ടക്റ്റൻസ് ആണത്, മെറ്റാലിക് കണ്ടക്റ്റൻസും അതുപോലെ തന്നെ ഇലക്ട്രോലൈറ്റിക് അല്ലെങ്കിൽ അയോണിക് കണ്ടക്റ്റൻസ്. ഓക്കെ, ഇനി എന്താണ് റെസിസ്റ്റൻസ്? ഇപ്പൊ കണ്ടക്റ്റൻസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്, വൈദ്യുത ചാലകതയെയാണ് കണ്ടക്റ്റൻസ് എന്ന് വിളിക്കുന്നത്. ഇനി വാട്ട് ഈസ് റെസിസ്റ്റൻസ്? Resistance of any conductor is the opposition to the flow of electricity through it. അപ്പൊ വൈദ്യുത ചാലകതയെ തടയുന്നത് എന്താണോ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, റെസിസ്റ്റൻസ് എന്ന് വിളിക്കുന്നത്, ഓർ ദി ഹിൻഡ്രൻസ് ടു ദി ഫ്ലോ ഓഫ് ഇലക്ട്രിസിറ്റി. റെസിസ്റ്റൻസ് ഓഫ് എനി കണ്ടക്ടർ ഈസ് ദി opposition to the flow of electricity through it. ഇലക്ട്രിസിറ്റിയുടെ ഒഴുക്കിനെ തടയുന്നതിനെയാണ് എന്ത് വിളിക്കുന്നത്, റെസിസ്റ്റൻസ് എന്ന് വിളിക്കുന്നത്, അല്ലെങ്കിൽ പ്രതിരോധം എന്ന് പറയുന്നത്. അപ്പോൾ പ്രതിരോധം അളക്കാനുള്ള യൂണിറ്റ് ആണ് ഓം.
ഓം എന്ന് പറയുന്ന യൂണിറ്റ് ഉപയോഗിച്ചിട്ടാണ് പ്രതിരോധം അളക്കുന്നത്. ഓക്കെ, ഇപ്പൊ നമുക്കറിയാം ഒരു മെറ്റാലിക് കണ്ടക്ടർ ആണെങ്കിൽ ഒരു മെറ്റാലിക് കണ്ടക്ടറിന്റെ റെസിസ്റ്റൻസ്, അതിന്റെ പ്രതിരോധത്തിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ് നോക്കാം. The electrical resistance of any object is directly proportional to its length and inversely proportional to its area of cross section. ഓക്കെ, അപ്പോൾ ഒരു കണ്ടക്ടറിന്റെ റെസിസ്റ്റൻസ്, പ്രതിരോധത്തിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് അതിൻ്റെ നീളം, റെസിസ്റ്റൻസിന്റെ നീളം, അതിൻ്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ, അതായത് ഛേദതല വിസ്തീർണം. ഛേദതല വിസ്തീർണത്തിനെയും കണ്ടക്ടറിന്റെ ലെങ്തിനെയും അതിൻ്റെ റെസിസ്റ്റിവിറ്റി സ്വാധീനിക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പൊ സപ്പോസ് ഇവിടെ ഒരു കണ്ടക്ടറിന്റെ ചിത്രം കൊടുത്തിട്ടുണ്ട്. അതിന്റെ ലെങ്ത് L ആണെന്ന് കരുതുക. ലെങ്ത് L-ഉം അതിന്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എയും ആണെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് അറിയാം, ഒരു കണ്ടക്ടറിന്റെ ലെങ്ത് കൂടുന്നതനുസരിച്ചിട്ട് റെസിസ്റ്റൻസ് കൂടും. അല്ലെങ്കിൽ എങ്ങനെ എഴുതാം, R ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു L, അല്ലേ? ആൻഡ് ഏരിയ ക്രോസ് സെക്ഷൻ കൂടുന്നതനുസരിച്ചിട്ട് കണ്ടക്ടിവിറ്റി കൂടുക ചെയ്യുന്നത്, റെസിസ്റ്റൻസ് കുറയുന്നു. അപ്പൊ ഏരിയ കൂടുന്നതനുസരിച്ചിട്ട് റെസിസ്റ്റൻസ് കുറയുകയാണ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം, R is inversely proportional to A എന്ന് എഴുതാം. അല്ലെങ്കിൽ എങ്ങനെ എഴുതാം, R is directly proportional to L by A എന്ന് എഴുതാം. R is directly proportional to L by A. L length of the conductor, A area of cross section, R resistance. ഓക്കെ, ഇനി നമുക്ക് ഇതിന് റീഅറേഞ്ച് ചെയ്താൽ R is equal to rho L by A എന്ന് എഴുതാം. എന്താണ് റോ? റോ ഈസ് ദി പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ്. അതൊരു കോൺസ്റ്റന്റ് ആണ്. ഓക്കെ, അപ്പൊ R is equal to rho L by A. Rho is the proportionality constant and it is called resistivity or specific resistance. അതിന് നമുക്ക് റെസിസ്റ്റിവിറ്റി അല്ലെങ്കിൽ സ്പെസിഫിക് റെസിസ്റ്റൻസ് എന്ന് വിളിക്കാം. ആൻഡ് ഇറ്റ്സ് യൂണിറ്റ് ഈസ് ഓം മീറ്റർ. അതിൻ്റെ യൂണിറ്റ് എന്താണ്? ഓം മീറ്റർ ആണ്. ഓക്കെ, ഇത് എന്താണ് റെസിസ്റ്റിവിറ്റി? അതിനെ എങ്ങനെ ഡിഫൈൻ ചെയ്യാമെന്നുള്ളത് നമുക്ക് നോക്കാം. ദി റെസിസ്റ്റിവിറ്റി ഫോർ എ സബ്സ്റ്റൻസ് ഈസ് ഇറ്റ്സ് റെസിസ്റ്റൻസ് വെൻ ഇറ്റ് ഈസ് 1 meter long and its area of cross section is 1 meter square. അപ്പോൾ ഒരു കണ്ടക്ടറിന്റെ ലെങ്ത് 1 meter ആവാം. ഒരു കണ്ടക്ടറിന്റെ ലെങ്ത് 1 മീറ്ററും അതിന്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ 1 meter സ്ക്വയറും ആയിരിക്കുക. ലെങ്ത് 1 മീറ്ററും ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ 1 meter സ്ക്വയറും ആയിരിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന റെസിസ്റ്റൻസിനെയാണ് എന്ത് വിളിക്കുന്നത്? റെസിസ്റ്റിവിറ്റി അല്ലെങ്കിൽ സ്പെസിഫിക് റെസിസ്റ്റൻസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത ഭാഗത്തേക്ക് പോവാം. ഓക്കെ, ഇനി എന്താണ് കണ്ടക്ടൻസ് നോക്കാം. കണ്ടക്ടൻസ് G. ദി ഇൻവേഴ്സ് ഓഫ് റെസിസ്റ്റൻസ് ഈസ് കോൾഡ് കണ്ടക്ടൻസ്. റെസിസ്റ്റൻസിന്റെ ഇൻവേഴ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? കണ്ടക്ടൻസ് എന്ന് വിളിക്കുന്നത്. കണ്ടക്ടൻസിനെ G എന്നുള്ള ലെറ്റർ കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. അപ്പൊ G ഈസ് ഈക്വൽ ടു 1/R എന്ന് നമുക്ക് എഴുതാം. G ഈസ് ഈക്വൽ ടു 1/R. എന്താണ് R എന്നുള്ളത് നമുക്കറിയുന്നതാണ്, അല്ലെ? R ഈസ് ഈക്വൽ ടു റോ L by A ആണ്. സോ G ഈസ് ഈക്വൽ ടു A divided by rho L എന്ന് എഴുതാം. G is equal to A divided by rho L or G is equal to kappa into A by L. G is equal to kappa into A by L. എന്താണ് കാപ്പ? 1/rhoനെ കാപ്പ എന്ന് വിളിക്കാം. 1/rho is equal to kappa. Or
ഇറ്റ് ഈസ് കോൾഡ് കണ്ടക്ടിവിറ്റി. അതിന് നമുക്ക് എന്ത് വിളിക്കാം? കണ്ടക്ടിവിറ്റി എന്ന് വിളിക്കാം. 1/ρ is equal to conductivity, or it is called specific conductance. But the inverse of resistivity is conductivity. It is also called specific conductance and represented by the symbol kappa, Greek letter kappa എന്നുള്ള അക്ഷരം കൊണ്ടാണ് അതിനെ സൂചിപ്പിക്കുന്നത്. ആൻഡ് ഇറ്റ്സ് യൂണിറ്റ് ഈസ് Zeeman centimeter inverse. Okay, thank you.